ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ രീതിയിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അവിയലാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ഷേപ്പിലാണ്, ഇതാ കുറച്ച് നീളത്തിൽ ഈ ഒരു ഷേപ്പിലാണ് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. എല്ലാ വെജിറ്റബിൾസും ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ എടുത്തിട്ടുണ്ട്, ചേന, അതേപോലെ ക്യാരറ്റ്, ബീൻസ്, കുറച്ച് പയറും, ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചേനയും കായും നമുക്ക് കറ ഉണ്ടാവുക കാരണം ഞാൻ കുറച്ച് മുന്നേ അത് കട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ ക്യാരറ്റും ബീൻസും പയറും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാ കഷ്ണങ്ങളും കൂടി അതേ അളവ് തന്നെ മുറിച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു കുക്കറിൽ വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. അത് കൂടുതൽ വേവാതിരിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ജസ്റ്റ് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തന്നെ അവിടെ എടുക്കണം. കാരണം വെജിറ്റബിൾസ് കൂടുതൽ വെന്ത് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് കാരണം വെന്ത് കൂടുതൽ വേവാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരൊറ്റ വിസിൽ വന്നാൽ മാത്രം മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറക്കാം കേട്ടോ. അത്രേ വേവേണ് അതിനാവശ്യമുള്ളൂ. ഞാനിപ്പോൾ കേട്ടോ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്നു പോകും നോക്കാം. ഇതാട്ടോ ഏകദേശം വേവ് ഇത്രയും വെന്താൽ മതി. ഏകദേശം നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചൊരു അരപ്പ് തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വലിയൊരു തേങ്ങയുടെ ഒരു പകുതി മുറി തേങ്ങ ഞാനിവിടെ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റിൻ്റെ പകുതിയോളം തൈര് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 4-5 മുളകും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അവിയലിന് അരയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം അത് ഒരുപാട് നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണത്തിലേക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അവിയൽ നല്ല കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തൈരും തേങ്ങയും കൂടിയിട്ട് ഒരുമിച്ച് അരച്ച് ചേർക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെള്ളം അധികം അവിയലിൽ കൂടില്ല, നല്ല കറക്റ്റായിട്ടാവും കേട്ടോ. അതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടിയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും ആവശ്യമുള്ളൂ, വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള നല്ല രുചികരമായിട്ടുള്ള അവിയൽ നമുക്ക് തയ്യാറായി കഴിഞ്ഞു. കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു ഡിഷാണിത്. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളത് കഴിക്കുന്നത് വളരെ ഹെൽത്തിന് നല്ലതാണ്. കാരണം ഇതിലെല്ലാം വെജിറ്റബിൾസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വേറെയും കുറച്ചും കൂടെ വെജിറ്റബിൾസ് നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വിഭവം വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.